ഊണിന് വിരുന്നുകാരെങ്കിലും വരുവാന്ന് പറയുമ്പോ കറി ഒന്നും ഇല്ലെങ്കിൽ അമ്മ വേഗം ഉണ്ടാക്കാൻ പോണ കറി എന്തൊക്കെയാ? അല്ല, സവോളക്ക് ഇപ്പൊ ഡയമണ്ടിന്റെ വിലയാ. കൊറേ ഉണ്ടായി. മീൻ പറക്കുന്നത് കഴിക്കുമ്പോൾ അതിന്റെ ശരിയായ ആസ്വാദ്യത കിട്ടണമെങ്കിൽ കുറച്ചു നേരം മുമ്പ് ഒഴിവുവേള ആനന്ദകരമാക്കാൻ ഏതാണ്ടൊക്കെ ചെയ്യാൻ പോവാത് പറഞ്ഞല്ലോ. വീണു, ഫ്രാക്ചറുണ്ട്, ഇപ്പൊ ചിലപ്പോ സർജറി വേണ്ടി വരും. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ കഴിക്കുന്നത് സോസേജ് ആണ് കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോസേജ് കഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് എല്ലാ ദിവസവും ഒന്നും കഴിക്കുന്ന സാധനമല്ല, അപൂർവമായിട്ട് മാത്രമേ ഇത് വാങ്ങാറുള്ളൂ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും അങ്ങനെ വാങ്ങാറില്ല, വല്ലപ്പോഴും മാത്രമേ വാങ്ങാറുള്ളൂ. ഇപ്പോൾ ഇന്നാളൊരു ദിവസം ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഇന്ന് കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്തൊന്നും വാങ്ങാൻ പോണില്ല. ഒരുപാട് ഇഷ്ടമുള്ളതായതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ കഴിക്കാറില്ല. ഇങ്ങനെ ഒത്തിരി കൊതി തോന്നുമ്പോൾ മാത്രം വല്ലപ്പോഴും ഒന്ന് വാങ്ങും, അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് കഴിക്കണേ. ഇന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ സോസും കൂടെ ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തത്. സാധാരണ സോസ് അങ്ങനെ ചേർക്കാറില്ല, അതുകൊണ്ട് കുറച്ച് ലുക്കുണ്ട് കാണാനായിട്ട്. രുചിയും ഉണ്ടാവും. സോസേജ് ഫ്രൈ ചെയ്യുമ്പോൾ സോസും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യുന്നത് രസം കേട്ടോ. അപ്പോൾ ഇത് കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും എന്ത് ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ കഴിച്ചതെന്ന് പറയണം. നിങ്ങൾ വെറൈറ്റി ഒക്കെ ആണോ, അല്ലെങ്കിൽ സാധാരണ ഇഡ്ഡലി, ദോശ, പുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആണോ, അങ്ങനെയൊക്കെ പറയണം. എനിക്ക് എപ്പോഴും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ചും അവധി ദിവസങ്ങളിൽ. അമ്മയ്ക്ക് ഇഷ്ടമാണോ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാൻ? വേണ്ട, വെറൈറ്റി ഒക്കെ കഴിച്ച വയറിന് അതുകൊണ്ട് ഒരു വെറൈറ്റിയും വേണ്ട, പിന്നെ അങ്ങനെ വലിയ ഇൻട്രസ്റ്റും ഇല്ല. അപ്പൊ കഴിക്കല്ലേ കേട്ടോ. പെട്ടെന്ന് ഉച്ചക്ക് ഊണിന് വിരുന്നുകാരെങ്കിലും വരുവാന്ന് പറയുമ്പോ കറി ഒന്നും ഇല്ലെങ്കിൽ അമ്മ വേഗം ഉണ്ടാക്കാൻ പോണ കറി എന്തൊക്കെയാ? വേഗം ഉണ്ടാക്കാൻ പോണ കറി, മുട്ട ഇരിപ്പുണ്ടെങ്കിൽ നൊയമ്പല്ലെങ്കിൽ, വന്നവർക്ക് നൊയമ്പില്ലെങ്കിൽ മുട്ട പൊരിച്ചു കൊടുക്കും. പിന്നെ പിക്കിൾ എപ്പോഴും ഉണ്ടാവും, പപ്പടം ഡപ്പയിലുണ്ടെങ്കിൽ കാച്ചും, പിന്നെ തൈര് ഫ്രിഡ്ജിലുണ്ടാവും, അതടിച്ച് മോരാക്കോ അല്ലെങ്കിൽ തൈര് കടുക് പൊട്ടിക്കോ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഒന്ന് രണ്ട് കറി ഉണ്ടാവൂലേ. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോ പയർ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയോ വേവിക്കുന്നുണ്ടെങ്കിൽ അതിന് ടൈം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇച്ചിരി പയറെടുത്തേച്ച് വൻപയറോ എണ്ണപ്പയറോ ഏതെങ്കിലും കുക്കറിൽ അടിച്ച് വേവിക്കുക, പുലർത്തുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യും. അപ്പൊ ധാരാളം കറിയായി, വേഗം ചെയ്യുന്ന 1 മണിക്കൂറിനുള്ളിൽ അത് ചെയ്യാം. പയറൊക്കെ എടുക്കാം. അപ്പൊ അത്രയൊക്കെയാ ഞാൻ ചെയ്യണത്. നിങ്ങളൊക്കെ ചെയ്യണത് എന്താന്ന് വെച്ചാ പറയുക. തൈരും മോരും എല്ലാ വീടുകളിലും എപ്പോഴും കാണൂലേ. അപ്പൊ ചാറിന് അതെടുക്കുക, പിന്നെ പപ്പടം കാച്ചുക, ഒരു ഐറ്റാക്കാന്നുള്ളൂ കേട്ടോ പപ്പടമൊക്കെ കാച്ചി കൊടുക്കാൻ. പിന്നെ മുട്ടയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, മുട്ട പൊരിക്കുക. മുട്ടയൊക്കെ വീട്ടിലിരിക്കൂലേ, മുട്ട പൊരിക്കുക. പിന്നെ സവാളത്തോരൻ വെക്കാം. സവാളത്തോരൻ വെക്കാം. അല്ലെ, സവാളക്ക് ഇപ്പൊ ഡയമണ്ടിന്റെ വിലയാ. അപ്പൊ ഇങ്ങനെയുള്ള സംഗതി ചെയ്യുക. അതുകൂടാതെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള സമയം ചെയ്യണ സമയത്ത് കുറച്ചേതെങ്കിലും പയറ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് വേഗം വിസിലടിപ്പിച്ച് വേവിക്കാമല്ലോ, കുക്കറിൽ വേവിച്ച് ഉലർത്തുക. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോ അത്യാവശ്യ കറികളാവും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും ഊണിന്റെ സമയത്ത് അങ്ങനെ ഒരു വീടുകളിലും വരാറില്ല സാധാരണ കേസില്. പിന്നെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ വരാറുണ്ടായിരുന്നു ഭക്ഷണ സമയത്ത്. പിന്നെ അങ്ങനെ ഇൻ കേസ് ആരെങ്കിലും ഇതാണെങ്കിൽ തന്നെ നമ്മളിവിടെ ഉണ്ടോയെന്ന് വിളിച്ച് ചോദിച്ചേച്ച് വരുവോളൂ, അങ്ങനെ കഴിക്കാൻ ഉദ്ദേശിച്ച് വന്നവരാണെങ്കിൽ. അല്ലെങ്കിൽ വന്നവരെ അവർ ക്ഷണിച്ച് വന്ന് കഴിച്ചേച്ച് പോണവരായിരിക്കും. അപ്പൊ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് റെഡിയാക്കും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും അങ്ങനെ വന്നു നിൽക്കലോ ഇങ്ങനെയുള്ള സംഗതികളോ ഒന്നും തീരെ ഇല്ലല്ലോ. പിന്നെ വന്നു നിൽക്കാനായിട്ട് ആൾക്കാരങ്ങനെ ഇവിടെ ഇല്ലല്ലോ, വേറെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഗതികൾ. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വന്നു പോണവരാ. പിന്നെ ഇങ്ങനെ ആരെങ്കിലും എതിർച്ചാൽ വന്നു കഴിഞ്ഞാൽ, പണ്ട് ഓർക്കണ്ട കാഞ്ഞിരമറ്റത്തെ അപ്പച്ചൻ എപ്പോഴും വന്നത് എല്ലാ മാസവും ഇവിടത്തെ ഹസ്ബൻഡിന്റെ അപ്പച്ചന്റെ പെങ്ങടെ മകൻ സർവീസിലിരുന്ന ആളാട്ടോ, റിട്ടയർ ആയ ആളാണ്. അപ്പൊ ട്രെയിനിന് വന്ന് ഇവിടെ ഇറങ്ങിയേച്ച് ഇവിടെയോ അല്ലെങ്കിൽ വല്യപ്പയുടെ വീട്ടിൽ നിന്നോ തറവാട്ടിൽ നിന്നോ രാവിലെ ഭക്ഷണം കഴിച്ചേച്ചാ ഈ ട്രെയിൻ ഷട്ടിലിനാകുമ്പോൾ രാവിലെ വരും. കഴിച്ചേച്ചാ അവര് ഇത് പോണം. അപ്പൊ അങ്ങനെ അന്നോടത്തെ അപ്പച്ചൻ എല്ലാ മാസത്തിലൊരിക്കൽ വിസിറ്റിന് വരുമായിരുന്നു. ഇവിടെ നിന്ന് അപ്പച്ചനും അങ്ങോട്ടും വിസിറ്റിന് പോക്കുണ്ട് പെങ്ങളെ കാണാനായിട്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ അങ്ങനെ വരവുള്ള അവരുടെയൊക്കെ അവരെല്ലാം മരിച്ചുപോയി. പിന്നെ അങ്ങനെ വന്നു പോണവർ മാത്രമേ ഇപ്പോഴുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ അറിയിച്ച് അല്ലെങ്കിൽ
വരാനുള്ളവരിങ്ങനെ അറിയിച്ചു വന്നവരാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും. അതെ. അങ്ങനെ പിന്നെ വന്നവരൊക്കെ ഒരു ചായ അല്ലെങ്കിൽ ഒരു ജ്യൂസ് അങ്ങനെയൊക്കെ കഴിച്ചേച്ച് പോണവരാണ് പാവം. ഓക്കെ. എന്നെ ഇത്രയും കാക്ക അമ്മേനെ എടുത്തു വന്നേക്കണേ. അറിയില്ലല്ലോ, അവർക്ക് മീനൊന്നും അല്ലാന്ന് അവർക്കറിയാം. മണം കിട്ടൂല മീനാണെങ്കിൽ. അവരെന്തോ ഉദ്ദേശിച്ചില്ല അവർക്കറിയാം. ഓരോരോ പരിപാടികൾ. അവരുടെ സൗണ്ടിൽ അവർക്കും ബോറടിക്കുണ്ടാവും. എന്നാ പിന്നെ കുറച്ചു നേരം കാന്ന് കാണിച്ചു കാണാം എന്ന് വിചാരിച്ചാണ്. കാലാവസ്ഥ മഞ്ഞല്ല, ഒരു മെനകെട്ട കാലാവസ്ഥയല്ലേ. അതെ, ഒരു ദിവസം മഞ്ഞാണെങ്കിൽ ഒരു ദിവസം മഴ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ട്രീ ഒന്നും ഒരുക്കാനായിട്ട് ഇച്ചിരി പ്രശ്നമാണ്. അത് ഇതുവരെ നടന്നിട്ടില്ല. നടക്കാത്തത്. ഇന്നലെ ഞാൻ പറഞ്ഞത് എന്ത് നന്നായി, രാവിലെയൊക്കെ മഴയായിരുന്നു. ചാറ്റൽ മഴ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് ഞാൻ അതിലെന്തെങ്കിലും അടുത്തയായിട്ട് വെച്ച് കഴിയുമ്പോൾ വൻപിച്ച് ചെയ്ത് വരുവാണെങ്കിൽ എന്തെങ്കിലും ഇട്ട് കവറില്ല, എന്തെങ്കിലും തുണി എന്തെങ്കിലും ഇട്ട് മൂടാതിരിക്കും. അത് എന്നാ ചെയ്യുന്നത്? ക്രിസ്മസിലൊന്നും എടുത്ത് വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല. അകത്ത് വെച്ചാൽ ആരും കാണൂല, അതായി വിഷയം. അല്ലെങ്കിൽ അകത്ത് വെക്കായിരുന്നു. കരകളൊക്കെ വരുമ്പോൾ പുറത്ത് നിന്ന് വെച്ച് പോവില്ലേ. അതെ. അതൊന്ന് പറിച്ചെടുക്കാൻ മേലായിരുന്നു. ആ പഴുത്ത ടൊമാറ്റോയെ കൊറേ ഉണ്ടായി. ഇന്ന് കൊറേ സാധനം അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. മാങ്ങ മീനിന് വേണ്ടിയാന്ന് പറയാൻ പറഞ്ഞു. ആവോലി മീനിനൊക്കെ വെക്കാനാ. ചാക്ക എന്തിനാന്ന് അപ്പ ചോദിക്കണ്ട്. ഇത് റെയിൻകോട്ടാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ റെയിൻകോട്ടൊക്കെ പോകുമ്പോ വേണ്ടി വരും. എപ്പോഴാ മഴ പെയ്യണേന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പോയതാ. ഇടയിൽ അമ്മ കാന്താരി പറിക്കണ്ട്. അതല്ല പഴുത്ത് നിൽക്കണത് കാക്ക കൊത്തി ചെടി കളയും. അതാ പഴുത്ത് നിന്ന ചെടി പോകുന്ന പറഞ്ഞു. അതിൽ നിന്ന് പഴുത്ത മാങ്ങയൊക്കെ വന്നല്ലോ. മാങ്ങ, പച്ചമുളക് എല്ലാം വന്നു. നാളുകളായിട്ട് മേടിക്കാറില്ല. കാരണം ഈ കാന്താരിമുളക് ഉള്ളതുകൊണ്ട്. പക്ഷെ ഇന്ന് മീൻകറിക്ക് പച്ചമുളക് വേണം. നമ്മുടെ പച്ചമുളകിൽ ഉണ്ടാവില്ല. അതേതാണ്ട് കാലഹരണപ്പെട്ടു എടുത്ത് വെച്ചേച്ചേ. കണക്ക് കൈയോടെ എഴുതിയില്ലെങ്കിൽ അത് മറന്നു പോകും. സോസേജാ. ഓഹോ, ഊണുണ്ടോ? തീർന്നില്ലേ? അത് തീർന്നു. ഒരു വിധത്തിൽ തീർത്തു. സ്ക്വയർ ആയിട്ടിരിക്കുന്നു. ഇല്ല, അങ്ങനെ ചതുരം പോയി. അത് ചൂടായിട്ട് അല്ല, ഞാൻ ഫ്രൈ ചെയ്തിട്ട് കുറച്ചു നേരമായി, അതുകൊണ്ടായിരിക്കും. ഇത് നോക്കാം.
ലെമൺ ജ്യൂസ്. ഈ മീൻ വറക്കുന്നത് കഴിക്കുമ്പോൾ അതിൻ്റെ ശരിയായ ആസ്വാദ്യത കിട്ടണമെങ്കിൽ അതിൽ ചെറുനാരങ്ങ പിഴിയണം. അപ്പോൾ അത് പിഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്നതാണ് ഏറ്റവും രുചികരം. അപ്പോൾ അത് ചൂടോടെ ഫ്രഷ് ഫ്രം ദ ഓവൻ നല്ല ചൂടോടെ തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് ഒഴിക്കുമ്പോൾ നല്ല ചീന്ന് ചീറ്റും. നല്ല രസമാണ് അത് കേൾക്കാനും ആ മണം ആസ്വദിക്കാനും. ഇപ്പോഴത്തെ ഇത് ലെമൺ ജ്യൂസിൻ്റെ ഒരു ബോട്ടിൽ ഇവൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. കോൺസെൻട്രേറ്റ് ആണ്. അപ്പോൾ അതിന് ഓരോ പ്രാവശ്യം ഇത് നാരങ്ങ പിഴിയുന്നതിന് പകരം ഇത് നമ്മൾ സിറപ്പ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രഷ് ലെമൺ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പോ ഫ്രിഡ്ജിൽ വെക്കാം. മതി. ലെമൺ ജ്യൂസ് ആകുമ്പോ വറുത്തപ്പോ ചേർത്തിട്ടുണ്ടെന്നാ പറഞ്ഞേ. മസാലയിൽ ലെമൺ ജ്യൂസ് ഉണ്ട്. പിന്നെ കരിയാപ്പന അതിൻ്റെ ഒരു നല്ല ഇതാണ്. അത് മതിയാവും. പ്രത്യേക രുചിയാണ് ഈ ലെമൺ ജ്യൂസ് ചേർത്ത് ഏത് മീൻ വറുത്താലും. ഈവൻ ചാള വറുത്താൽ പോലും അത് കഴിക്കുമ്പോൾ ലെമൺ ജ്യൂസ് ചേർത്ത് കഴിച്ചാൽ അതിനൊരു പ്രത്യേക രുചിയാണ്. ഇത് രണ്ടുമല്ലുമാണ് ഇട്ടതെന്ന് പറയണം കേട്ടോ അമ്മയോട്. ഇതും ഒഴിച്ചത് അല്ല, അത് ചോറിലെടുത്ത് വെക്കുമ്പോഴേ എനിക്ക് വളരെ കുറച്ച് മതി കേട്ടോ. അമ്മ കുറച്ചു നേരം മുമ്പ് ഒഴിവുവേള ആനന്ദകരമാക്കാൻ ഏതാണ്ടൊക്കെ ചെയ്യാൻ പോവാന്ന് പറഞ്ഞല്ലോ. ഞാൻ വന്നപ്പോഴേക്കും അമ്മ അത് അവസാനിപ്പിച്ചു പോയി. എന്റെ ലെഗ് സ്റ്റിച്ച് ചെയ്തതാ. അതുവരെ ആയോ? അപ്പൊ കളിച്ച് ഇത്രയും നാൾ അമ്മ ബ്ലൗസ് സ്റ്റിച്ചിങ് നടത്തി. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല, സ്വല്പം കുത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ലോക്കൽ ഇടാം. കുത്തു വിട്ടത് കൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഇടാൻ ബുദ്ധിമുട്ടാ, തട്ടും. അപ്പൊ ഞാനത് ചുമ്മാ വലിച്ചു കൂട്ടി ഒന്ന് ഏടി വെച്ചതാ, അത്രേ ഉള്ളൂ. അതാണ് അമ്മയുടെ ഒഴിവുവേളയുടെ ആനന്ദം. അപ്പൊ ഇപ്പൊ വെറുതെ വീഡിയോ ഒക്കെ കണ്ടോണ്ടിരിക്കുക. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ എന്തെങ്കിലും ഉണ്ടോ, പിന്നെ നമ്മുടെ പള്ളിയിലെ എന്തെങ്കിലും അറിയിപ്പ് വന്നിട്ടുണ്ടോ? കരോള് തുടങ്ങാറായി തോന്നുന്നു അല്ലേ? കരോള് 21ഉം 22ഉം റെസിഡൻസിന്റെ, 22ഉം 23ഉം പള്ളിയിലെ. പിന്നെ അതുകൂടാതെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുവാണ്. പല ഗ്രൂപ്പുകളിലും. എന്റെ അവിടുത്തെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ എന്റെ അവിടുത്തെ ഗ്രൂപ്പിൽ ഇന്നലെ ഒരു അമ്മച്ചി മരിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ. നാളെ ശവസംസ്കാരം, നാളെ പോണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒഴിവ് വേളകൾ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് ഉറക്കയില്ല. പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുനിലേട്ടന്റെ അമ്മ വീണു, ഹോസ്പിറ്റലിലാണ്. ഇനിയിപ്പോ ചിലപ്പോ സർജറി വേണ്ടി വരും. കഷ്ടമായി പോയി, ഏജ് ആയതാ. ഇന്നലെ വർത്താനം പറഞ്ഞു പോന്നതാ. എന്നാ ചെയ്യണം, പ്രായമായി കഴിയുമ്പോ വീഴ്ച എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൻ നല്ല പ്രായമായി, പുള്ളിക്കാരത്തി സുഖമില്ലാതിരിക്കുമായിരുന്നു. നല്ല ബോൾഡായിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. ഏജ് ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളല്ലേ. ഇപ്പൊ വീണു, ഫ്രാക്ചറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ.